അബുദാബിയിൽ മലയാളി വനിതാ ഡോക്ടർ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ണൂർ സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മുസഫ ഷാബിയിലുള്ള താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ്, എന്താണ് മരണകാരണമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അവരുടെ താമസ സ്ഥലത്ത്, അബുദാബിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രി മുസഫ ഷാബയിലുള്ള താമസ സ്ഥലത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം ബനിയാസ് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുസഫ ലൈഫ് സ്റ്റൈൽ ഹോസ്പിറ്റലിൽ ജനറൽ ഡോക്ടറായി വർക്ക് ചെയ്ത് വരികയായിരുന്നു. 2 ദിവസമായിട്ട് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരം പറഞ്ഞത്. ജോലി സ്ഥലത്തും ഇവർ പോയിരുന്നില്ല. 10 വർഷത്തിലേറെയായി അബുദാബിയിൽ ജോലി ചെയ്തു വരികയാണ്. അബുദാബി മലയാളി സമാജം അംഗവും സാംസ്കാരിക പ്രവൃത്തിയും എഴുത്തുകാരിയും ഒക്കെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ സജീവമായിരുന്നു. നേരത്തെ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. ഭർത്താവ് സുജിത്ത് നാട്ടിലാണ്. ഇവർ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. മക്കളില്ല. കണ്ണൂരിലെ ആനന്ദകൃഷ്ണ സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെ ചന്ദ്രമതിയുടെയും മകളാണ്. ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ആത്മഹത്യ എന്ന് തന്നെയാണ്. രാജീവ്, ശരി ഷിൻസ്. അബുദാബിയിൽ മലയാളി വനിതാ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മുസഫ ഷാബിയിലുള്ള താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാണ് വിവരം. ഷിൻ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.